നമസ്കാരം. ഭാര്യ സഹോദരൻ ഹാഷിമിന്റെ മരണവിവരം അറിഞ്ഞ് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു വ്യവസായിയും ദുബായ് KMCC ജനറൽ സെക്രട്ടറിയുമായ യഹ്യ താളങ്കര. പെട്ടെന്നുള്ള യാത്രയായതിനാൽ വിമാനത്തിൽ കയറാനുള്ള തിടുക്കത്തിൽ 69കാരനായ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ചെക്ക് ഇൻ കൗണ്ടർ അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയത്. വീൽചെയറിലായിരുന്നു യാത്ര ചെയ്തത്. സഹായത്തിനായി വന്ന ഉദ്യോഗസ്ഥനോട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണമെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം സമയം വൈകിയതിനാൽ ഭക്ഷണം വാങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചു പറയുകയും ചെയ്തു. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് ഗേറ്റിലെത്തുമ്പോഴേക്കും ബോർഡിംഗ് നിര നീണ്ടിരുന്നു. വീൽചെയറിലായതിനാൽ ലിഫ്റ്റ് വഴി നേരെ വിമാനത്തിനകത്ത് എത്തിച്ചു. സ്വാഗതം ചെയ്ത എയർ ഹോസ്റ്റസിനോട് യഹ്യ കാര്യം പറഞ്ഞു. പ്രാതൽ കഴിച്ചിട്ടില്ല, താൻ അവശനാണ്. പെട്ടെന്നെടുത്ത ടിക്കറ്റ് ആയതിനാൽ ഭക്ഷണത്തിന് ബുക്ക് ചെയ്യാനും സാധിച്ചില്ല. യാത്രക്കാർക്ക് കൊടുത്ത ശേഷം അധികം ഭക്ഷണം ഉണ്ടെങ്കിൽ തരണം, പണം അടയ്ക്കാം, ഞാൻ പരിശോധിക്കാം എന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് എയർ ഹോസ്റ്റസ് മറുപടിയായി പറയുകയും ചെയ്തു. യഹ്യ നേരെ 2D സീറ്റിലെത്തി. വിമാനം പുറപ്പെട്ടു. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന എല്ലാവർക്കും ക്യാബിൻ ക്രൂ ഭക്ഷണം നൽകുകയും ചെയ്തു. അധിക ഭക്ഷണം ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടില്ല എന്നു തന്നെ യഹ്യ കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ സ്വാഗതം ചെയ്ത എയർ ഹോസ്റ്റസ് പ്രത്യേക ട്രേയിൽ ഭക്ഷണവുമായി വരുന്നത് കണ്ടത്. ഈ ഭക്ഷണം കഴിച്ചോളൂ എന്ന് എയർ ഹോസ്റ്റസ് അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പണം നൽകാൻ താൻ തയ്യാറായെങ്കിലും അവർ പറഞ്ഞു, പണം വേണ്ട, ഇതെൻ്റെ സ്വന്തം ഭക്ഷണമാണ്. രാവിലെ ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം നൽകിയതിന് നന്ദി. പുഞ്ചിരിച്ചുകൊണ്ട് എയർ ഹോസ്റ്റസ് ഇദ്ദേഹത്തോട് പറഞ്ഞു. മകളെപ്പോലെ തന്നെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നിറകണ്ണുകളോടെയാണ് അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചത്. 50 വർഷത്തോളമായി വിമാനയാത്ര ചെയ്യുന്ന ആളാണ് യഹ്യ. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത് ഇതാദ്യമായിട്ടാണ്. മാലാഖമാരെ പോലെയുള്ള എയർ ഹോസ്റ്റസുമാർ നമുക്കിടയിലുണ്ടെന്നും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചു. ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറുകയും ചെയ്തു. 13 വർഷമായി എയർ ഹോസ്റ്റസായി ജോലി ചെയ്യുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി കോടോത്ത് അശ്വതി ഉണ്ണികൃഷ്ണനാണ് യഹ്യയുടെ ജീവിതത്തിൽ വിശന്നു വലഞ്ഞപ്പോൾ മാലാഖയായി മാറിയ ആ എയർ ഹോസ്റ്റസ്. ഈ എയർ ഹോസ്റ്റസിന് നന്ദി അറിയിച്ചുകൊണ്ടും സ്നേഹത്തോടെയും ഒക്കെയുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ ആ ഫേസ്ബുക്ക് പേജിലും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറിയിരിക്കുന്നത്.